വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ നടന്ന വളരെ വിശദമായിട്ട് നടന്ന ഈ ഒരു സെഷനിൽ വളരെ വ്യത്യസ്തവും സമഗ്രവുമായിട്ടുള്ള ആശയങ്ങൾ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ദേശീയ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരുപക്ഷെ നമ്മളോടൊപ്പം ഇന്നത്തെ രണ്ട് വിശിഷ്ട വ്യക്തികൾ രാംഗോപാൽ സാറും അതുപോലെ തന്നെ ഗോപാൽ സാറുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ സത്യത്തിലൊരു അതിശയത്തോടു കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഒരു വലിയ ജനാധിപത്യ വെല്ലുവിളിയിലൂടെ നടന്നു പോകുമ്പോൾ വ്യത്യസ്ത ആദർശങ്ങളും ആശയങ്ങളുമുള്ള എല്ലാവരുമായി എല്ലാം മറന്നുകൊണ്ട് കൂട്ടായ്മ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകതയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചരിത്ര കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ജ്യോതിറാവ് ഫൂലെ, അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് മാത്രം, കാരണം സമയം ഒരുപാടില്ല, സമയം വളരെ അതിക്രമിച്ചൊരു സാഹചര്യമുണ്ട്. ജ്യോതിറാവ് ഫൂലെ വിവാഹം കഴിക്കുന്ന സമയത്ത്, സാവിത്രി ഫൂലെ വിവാഹം കഴിക്കുന്ന സമയത്ത് സാവിത്രി ഫൂലെ നിരക്ഷരയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഏതൊരു പുരുഷനും വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം ആരംഭിക്കാൻ ശ്രമിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാനോ ദാമ്പത്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാനോ അല്ല ശ്രമിച്ചത്, മറിച്ച് സാവിത്രി ഫൂലെയ്ക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാനും പിന്നീട് ഇരുവരും ചേർന്ന് ഇന്ത്യൻ സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപന സ്കൂളുകളടക്കം തുറന്ന് അവരുടെ പ്രദേശത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിൽ അവർക്കുള്ള സ്ഥാനം. അങ്ങനെ എത്രയോ ഒട്ടനവധി മഹാത്മാക്കളുടെ, അംബേദ്കർ അടക്കമുള്ള ആളുകളുടെ, ഗാന്ധിജി അടക്കമുള്ള ദാർശനികന്മാർ മുന്നോട്ട് വെച്ച മഹത്തായ ആശയങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇന്ന് ഇന്ത്യയായി നിലനിൽക്കുന്നത്. ഏതൊരു ഭരണകൂടവും ചരിത്രത്തെ തമസ്കരിക്കാൻ ബോധപൂർവം ശ്രമിച്ചാലും, ഇന്ത്യയുടെ പേരടക്കം മാറ്റാൻ ശ്രമിച്ചാലും, ഈ യഥാർത്ഥ ചരിത്രം അറിയുന്ന ഇന്ത്യൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാതെ ആ ഛിദ്രശക്തികൾക്കൊന്നും യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല ചരിത്രത്തിൽ എന്നുള്ള യാഥാർത്ഥ്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ചരിത്ര കോൺഗ്രസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റുകളായിട്ടുള്ളവർക്ക് ഏറ്റവും വലിയ നന്ദി കൂടി അറിയിക്കുന്നു.